നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 16 ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുവാനുള്ള സാഹചര്യം ഇന്നുണ്ടാകും. കർമ്മമേഖലയിൽ അത്ഭുതപൂർവമായ വളർച്ച അനുഭവപ്പെടും. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ദമ്പതികൾ തമ്മിൽ പരസ്പരം സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. വാഹനം മൂലം ഗുണാനുഭവങ്ങൾ, ഭക്ഷണസുഖം, നിദ്രാസുഖം, ധനനേട്ടം എന്നിവ ഇന്നുണ്ടാകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയോ അവർക്ക് രോഗാതി ദുരിതം ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. ഉദരപ്രശ്നം വരാതെ സൂക്ഷിക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. തൊഴിൽ വിജയം ഉണ്ടാകുമെങ്കിലും അനാവശ്യ കൂട്ടുകെട്ട് മൂലം ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഭാര്യ ഭർത്തൃ ഐക്യം, തൊഴിൽ വിജയം, ബന്ധുജന സമാഗമം, സർക്കാരിൽ നിന്നോ ഉന്നതരിൽ നിന്നോ ഗുണാനുഭവങ്ങൾ, ധനലാഭം, അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവ ഇന്ന് ഉണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കുക. ചിലപ്പോൾ വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാൻ ഇടയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യം, നല്ല പുത്രയോഗം, ഭാര്യാഭർത്തൃ ഐക്യം, കുടുംബ ബന്ധുജന ചേർച്ച എന്നിവ ഇന്നുണ്ടാകും. ചിലർക്ക് അധികാരപ്രാപ്തിയുള്ള തൊഴിലുകൾ ലഭിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സാമ്പത്തികമായി പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാവും. എന്നാൽ വരവും ചെലവും തുല്യമായിരിക്കും. സംസാരം മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികളിൽ പഠന മികവ് പ്രകടിപ്പിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനോ നടത്തിക്കൊടുക്കുവാനോ ഇന്ന് ഭാഗ്യം ലഭിക്കും. ദാമ്പത്യ ഐക്യം, ധനലാഭം, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക എന്നിവ ഉണ്ടാവും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കോടതി കേസുകളിൽ അനുകൂലമായ വിധി ലഭിക്കും. വളരെ കാലമായി അകന്നിരുന്ന ബന്ധുക്കൾ വീണ്ടും ഒന്നിക്കും. പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള കരാർ എഴുതുവാൻ ഇന്നിടയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കുകയും ആഡംബര പ്രിയം കൂടുകയും ചെയ്യും. സ്ത്രീകൾ മൂലം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. സഞ്ചാരശീലം കൂടുന്ന വിഭാഗത്തിലേക്ക് ജോലി മാറ്റം ഉണ്ടാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടും. വിവാഹ തടസ്സമല്ലെങ്കിൽ വിവാഹം മാറിപ്പോകുക. ധനക്ലേശം, അന്യ ജനങ്ങളിൽ നിന്നും ദോഷാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.